കർത്താവിന്റെ കൃപാവരത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ കുർബാനയിൽ വായിച്ച ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43-44 വാക്യങ്ങൾ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ അരുളി ചെയ്തത്? നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിച്ചാൽ, വാത്സല്യ മക്കളെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ ശത്രുക്കൾ ഉണ്ടാവും? പാപത്തിൻ ഫലമായി പിറവിയെടുത്ത നമ്മൾ ആരും കർത്താവിന്റെ വഴിയിൽ സഞ്ചരിക്കില്ലെന്ന് കർത്താവിന് അറിയാം. അതിനാലാണ് ഇരുട്ടിന്റെ സന്തതികൾക്ക് വെളിച്ചത്തിനായി ഇങ്ങനെ അരുളി ചെയ്തിരിക്കുന്നത്. എനിക്കൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. സ്നേഹത്തിനും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നമ്മുടെ ഓരോ സഭാവാസിയും ഇന്ന് എങ്ങോട്ടെന്നില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. നീ നിന്റെ അയൽക്കാരനെ സ്നേഹിച്ചാൽ, നീ നിന്റെ സഹോദരനെ സ്നേഹിച്ചാൽ, കർത്താവ് പറഞ്ഞ മാർഗത്തിൽ ജീവിച്ചാൽ, സന്തോഷവും സമാധാനവും ശാന്തിയും ഇവിടെ തന്നെ നമുക്ക് ലഭ്യമാകും. ഒരു കാര്യം നമ്മൾ മറക്കരുത്, നമ്മുടെ പുതിയ തലമുറ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചമില്ലാത്ത വിളക്ക് പോലെയും ശപിച്ചപ്പോൾ ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം പോലെയും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കർത്താവിന്റെ വാക്കുകളെ ശ്രവിച്ച് പരസ്പരം സ്നേഹിച്ച് സൽഗുണപൂർണരാകുവിൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പള്ളി കമ്മിറ്റിക്കാരും പിരിഞ്ഞു പോകരുത്. കമ്മിറ്റി മീറ്റിംഗ് ഉള്ളതാണ്. എന്റെ സ്ഥലത്ത് ഞാൻ ഇഷ്ടമുള്ളത് ഞാൻ ഇവന്മാരുടെ സപ്പോർട്ടൊന്നും എനിക്ക് ആവശ്യമില്ല. വെറുതെ കണവണ പഠിക്കുന്നത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാരും ഇരിക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാമല്ലോ. തുടങ്ങാച്ചോ. എല്ലാരും ഉണ്ടല്ലോ? ഉണ്ടച്ചോ. ഇന്നത്തെ കമ്മിറ്റിയിലെ ചർച്ചാ വിഷയം നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ഇതിലെ പ്രധാന കക്ഷി മത്തായിച്ചനായതുകൊണ്ട് അദ്ദേഹം തന്നെ ആരംഭിക്കട്ടെ. അച്ചോ, പള്ളിയുടെ കാര്യം വരുമ്പം പൈനാക്കാക്കിന് കാശ് ചെലവാക്കുന്നവനാ ഞാൻ. പക്ഷെ എനിക്കൊരു കാര്യം വന്നപ്പോ പള്ളിയും പട്ടക്കാരനും എതിര്. ഇത് എവിടുത്തെ ന്യായം എന്താ അച്ചോ? അച്ചോ, ഇത് തീക്കളിയാണ്. വർഗീയ കലാപത്തിന് തിരികൊളുത്താൻ ഇത് മതി. അച്ചോ, എന്റെ അപ്പൻ എനിക്ക് തന്ന വസ്തു, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാനവിടെ പണിയും. അതിന് ഇവന്മാർക്ക് എന്തെങ്കിലും ആണോ പണിയാൻ പോണത്? താൻ അവിടെ ഇരിക്കണോ? പുണ്യപുരാതനമായ തറമേലമ്പലത്തിന്റെ മുമ്പില് കുരിശിത്തൊട്ടി പണിയുന്നത് ശരിയാണോ മത്തായിച്ച? അച്ഛനതിന് കൂട്ടു നിൽക്കരുത്. ഞങ്ങളത് സമ്മതിക്കില്ല. നീ അവിടെ ഇരിക്കുന്നേ. ഒരുത്തന്നെ സമ്മതം എനിക്ക് വേണ്ടടോ. എന്റെ അപ്പൂപ്പന്മാര് കണ്ട സ്വത്താ. അന്യജാതിക്കാരൻ വന്ന് നല്ല വില പറഞ്ഞു, എന്നിട്ട് ഞാൻ കൊടുത്തില്ല. മരിക്കാൻ കിടക്കുമ്പോ എന്റെ അപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ മത്തായിക്കുട്ടി, നീ അവിടെ ഒരു കുരിശടി വെക്കണമെന്ന്. എന്റെ അപ്പന്റെ അന്ത്യാഭിലാഷം സാധിക്കാൻ ഞാൻ എന്തും ചെയ്യും. മത്തായിച്ചന്റെ അന്ത്യാഭിലാഷം അതാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ. ആരും ബഹളം ഉണ്ടാക്കരുത്. ക്രിസ്തുവിന്റെ സുവിശേഷം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പക്ഷേ മതസൗഹാർദ്ദം വേണം. അന്യ സമുദായത്തെ വിഷമിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ പക്ഷത്തുനിന്ന് ഉണ്ടാവരുത്. അതുകൊള്ള തോമാസ് ലീഗ മുതലുള്ള നമ്മുടെ പൂർവികന്മാർ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരും ക്രിസ്ത്യാനികളാകത്തില്ലായിരുന്നല്ലോ അച്ചോ. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഈ ജില്ലയിലെ ഏറ്റവും വലിയ കുരിശും തൊട്ട് ഇവിടെ തന്നെ കെട്ടണം. ആകാശത്തോളം കുരിശ് പണിത് ഉയർത്തിയിട്ട് ഇവിടെ എന്ത് സാധിക്കാനാ അറിയാച്ച? കുരിശിന്റെ പേരിൽ ഈ നാട്ടിൽ ചോര കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അറിയാച്ച. എടാ നല്ല കണ്ടേക്ക് എനിക്കണം, എന്നാലേ സമുദായ സ്നേഹം ഉണ്ടാവൂ. എടാ മത്തിക്കറിയെ അനാവശ്യം പറഞ്ഞ് അടിച്ചതിന് പല്ലടക്കും. വേണ്ട, എല്ലാവരും അവിടെ ഇരിക്കണം. അത് ഞാൻ കളിക്കാൻ ഇരിക്കുമത്തായിച്ച ഞാനാ പറയുന്നേ. ഇത് നിസ്സാര കാര്യമല്ല. നമ്മൾ 5-6 പേര് കൂടിയിരുന്ന് തീരുമാനിക്കേണ്ടതല്ല. ഞാൻ അരമനെ പോയി തിരുമേനിയെ കണ്ട് സംസാരിക്കാം. അവിടെ നിന്ന് തീരുമാനിക്കട്ടെ. ഇപ്പൊ എല്ലാരും സമാധാനമായിട്ട് പിരിഞ്ഞു പോണം. ലോനപ്പാടാ, എടാ ലോനപ്പാ, എന്തോ ഒന്ന് വേഗം കൊണ്ടുവാടാ കൊശവാ. ദാ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇത് തണുത്തു പോയല്ലോടാ. അത് സ്പെഷ്യലാ, കൂൾ മിൽക്ക്. കൂൾ മിൽക്കോ? അതെ. കൊണ്ടുപോയി ചൂടായിക്കണോടാ. ഇനി ഇത് ചൂടാക്കണോ? എന്താ പറ്റില്ലേ? അല്ല, എന്റെ സൗകര്യത്തിനുള്ള ആഹാരം ഉണ്ടാക്കി തരാനാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ല, നീ ഉണ്ടാക്കി തരുന്നത് എന്തും വിഴുങ്ങാൻ തയ്യാറായിട്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്.
എന്റെ കാര്യം നീ ഇങ്ങനെ ആക്കി അത് നിനക്ക് വല്ലതും കൊടുത്തോ? ഓ അതുകൂടെ കാര്യം വലിയ പാടാന്നേ. എത്ര കൊടുത്താലും പോരാ, എപ്പോഴും ഇങ്ങനെ തിന്നോണ്ടിരിക്കണം. കണ്ടില്ലേ കിടന്ന അമൃതത് ഇതൊക്കെ പുറകെ നിറഞ്ഞാൽ മടുത്തു. അതുകൊണ്ടൊന്നും കൊടുത്തില്ല. ഇല്ല, ഇപ്പം കൊടുത്തേക്കാം. ഞങ്ങൾ പറഞ്ഞത് ന്യായമല്ലേ അച്ഛോ? അച്ഛൻ ഞങ്ങളോട് നിൽക്കണം. ഞാൻ നിങ്ങളുടെ കൂടെ ആണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. ആ വിവരം കിട്ട പിള്ളേർ വല്ലതും പറയുന്ന കേട്ട് അച്ഛനെടുത്ത് ചാടരുത്. ഈ പള്ളിയും പട്ടക്കാരനും ഒക്കെ നിലയെന്ന് പോകുന്നത് ഞങ്ങളുടെയും കൂടെ കാശ് കൊണ്ടാ. അവിടെ ഒരു കുരിശടി പണിതത് കൊണ്ട് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല എന്റെ പൊന്നച്ചോ. മത്തായിച്ച നിങ്ങൾ പറയുന്നത് ശരിയാണ്. കുരിശടി പണി എന്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആലോചിച്ച് തീരുമാനിക്കാന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ല, ഈ പള്ളിയും പട്ടക്കാരനും ഒക്കെ എതിർത്തോണ്ട് അവിടെ ഒരു കുരിശടി പണിയൊന്നും തനിക്ക് എന്താ ഇത്ര നിർബന്ധം? അച്ഛന് കളി പിടി കിട്ടിയില്ല. അതാ ചാണക്യന്റെ തന്ത്രം. പഞ്ചായത്ത് ഇലക്ഷന് കഴിഞ്ഞ വട്ടം മത്തായിച്ചന് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. ഇനി അത് പറ്റരുത്. അതിനാ കുരിശ്. ഈ കുരിശും പഞ്ചായത്ത് ഇലക്ഷനും തമ്മിൽ എന്താണോ ബന്ധം? അതൊക്കെ അച്ഛന് വലിയ മനസ്സിലാക്കുള്ളൂ വെച്ചോ. സന്ധ്യാ നമസ്കാരത്തിന് സമയമായി, ഞാൻ പോട്ടെ. എന്താ റോയ് പേടിപ്പിക്കണേ? എന്താ മ്യൂസിക് ടീച്ചറെ, ക്ലാസ് നേരത്തെ കഴിഞ്ഞോ? നേരത്തെ നിർത്തിയതാ. മുത്തച്ഛന് നല്ല സുഖമില്ല. പ്രായമായില്ലേ, അതിന്റെ ആവും. എന്നാലും എനിക്ക് പേടിയാവുന്നുണ്ട്. മരുന്ന് കഴിക്കുന്നുണ്ടോ? ആയുർവേദ, വലിയ വിശേഷമൊന്നുമില്ല. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മുത്തച്ഛനെ ചികിത്സിപ്പിക്കുമായിരുന്നു. നഗരത്തിലെ വലിയ ഡോക്ടറെ കൊണ്ട്. റോയുടെ മനസ്സുണ്ടല്ലോ, എനിക്ക് ഏറെ ഇഷ്ടാ. റോയ്ക്ക് ജോലി കിട്ടും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയും പുഷ്പാഞ്ജലിയും ഒക്കെ വെറുതെ. ഹേമയ്ക്കറിയോ, ദിവസവും കർത്താവിനെ മണിയടിച്ച് നടത്തുന്ന കപ്പ്യാര എന്റെ അപ്പൻ. ആ അപ്പനും അമ്മയും സഹോദരിമാരും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ജോലി കിട്ടാൻ. ഒന്നും നടക്കില്ല. തലയിലെടുത്ത് ശരിയല്ല. തൊഴുന്ന ദൈവങ്ങൾ ഉപേക്ഷിക്കില്ല. നമ്മളെ ഇങ്ങനെ സ്നേഹിപ്പിച്ചിട്ട് അവർ നമുക്കൊരു ജീവിതം തരാണ്ടിരിക്കോ? ഉറപ്പാണോ? ഉറപ്പാ. എന്താ ഇങ്ങനെ നോക്കണേ? മുൻപ് കണ്ടിട്ടില്ലേ? മഴവില്ലിന്റെ ഭംഗിയുണ്ടല്ലോ ഇന്നെന്റെ പെണ്ണിന്. ഇത് പറയാനാണ് വന്നത്? അല്ലേ, മാഡത്തിന് ബസ് കയറ്റി വിടാൻ കൂടിയാണേ. വരൂ. ഓ, നിനക്കൊന്നും വേറൊരു പണിയില്ലടാ. രാവിലെ മുതൽ വൈകോളം വായി നോയിക്കൊണ്ടിരുന്നോളൂ. സഹോദരങ്ങളെ, ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ യുവാക്കൾക്കുള്ള പങ്കിനെ കുറിച്ച്. നീ ആരാ? സുഭാഷ് ചന്ദ്രബോസ്? ഞാനോ? സുഭാഷ് ചന്ദ്രബോസ് ഒന്നുമല്ല. അത് പോട്ടെ, നമുക്കൊരു നല്ല കാര്യം ചെയ്യാം. കത്തിച്ചോ കത്തിച്ചോ. അതിരിക്കട്ടെ അളിയ. അളിയൻ എവിടെ പോയതാ? ഞാൻ ഡോക്ടറെ കാണാൻ പോയതാ. ഡോക്ടറോ? അതിന് നിനക്കുള്ള മരുന്നില്ല, നടന്നു പോകുന്നുണ്ടല്ലോ. മരുന്ന് നടന്നു പോയോ? അതേടാ, ആ തിരുമേനിയുടെ മോളില്ലേ ഹേമ, ഇപ്പൊ ഇതിലെ പോയി. കണ്ടിരുന്നു. എടാ റോയ്, ഇത് കുട്ടിക്കളിയല്ല. നീ നസ്രാണിയും അവള് നമ്പൂതിരിയാ. ഇത് വല്ലതും ആ തിരുമേനി സമ്മതിക്കൂ? ആരുടെ സമ്മതം എനിക്ക് വേണ്ട. അത് നടക്കും. ഞങ്ങൾ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് തീരുമാനം? എന്നെ കണ്ട ഉടനെ പുക മെഴുകിക്കളയാവുന്നു. ചെറുപ്പക്കാര് പിള്ളേര് വഴി വന്ന് വായി നോക്കി നിൽക്കുക. വളർന്ന് കാള പോലായാലോടാ നാലെണ്ണവും. എന്തെങ്കിലും പണിയെടുത്ത് 4 കാശ് വീട്ടിൽ കൊടുക്കാൻ നോക്കണടാ. ഉത്സാഹവും പരിശ്രമശീലയില്ലാത്ത നാണം കെട്ടവനൊക്കെ. നിനക്കൊക്കെ എന്തിന്റെ കുറവാ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. കപ്പിയാകാ മോനെ, എവിടെ നോക്കടാ. കേൾക്കുന്നുണ്ടോ? കേട്ടാ മാത്രം പോലെ പകർത്തനം ജീവിതത്തില്, ഉയർന്നു വരുന്ന സമൂഹത്തില്. അച്ചോ, അച്ഛന്റെ ഉപദേശങ്ങൾ ഞങ്ങൾ ദിവസവും കേൾക്കുന്നുണ്ടല്ലോ. ഇവന്മാരുണ്ടല്ലോ ക്രിസ്ത്യാനികളല്ല, ഒരു വിവരവും ഇല്ല. അച്ഛൻ ഇവർക്കൊന്ന് ഉപദേശിച്ചോട്, നന്നാവട്ടെ. നീ രണ്ടും ക്രിസ്ത്യാനികളല്ലേ? ആദ്യം നീയൊക്കെ നന്നാ നോക്ക്. മാമോദിസ വെള്ളം വീണുണ്ടായില്ല, മനുഷ്യനാകണം. മനുഷ്യന്റെ രൂപം ഉണ്ടായിട്ട് കാര്യമില്ല. ഇവറ്റകളെന്താ ഇങ്ങനെ കിടന്ന് അമർന്നത്? എടാ ലോനപ്പാ, എടാ ലോനപ്പ വന്നേ.
എന്തിനാഗ്രഹം കിടന്ന് കാറുന്നത്? ഏ? അല്ല ഈ എരുമകള് അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഇവറ്റകളെ കെട്ടിയോ ചത്തമാരി കിടന്ന് അമർന്നേന്ന്. കെട്ടുവല്ല, ആ. അതിനിപ്പോ നേരിട്ട് സമ്പർക്കമില്ലല്ലോ, പിന്നെ കുത്തിവെപ്പല്ലേന്ന്. ആ, പിന്നെ എന്തിനാണ് ഇവറ്റകൾ കിടന്ന് അമർന്നത്? അതേ, ഇതുങ്ങളെ ഇന്ന് കറന്നിട്ടില്ല, ആ. അതുകൊണ്ടാ. അപ്പൊ ആ കറവക്കാരത്തി കൊച്ചു ത്രേസ്യ ഒന്നും വന്നിട്ടില്ല അല്ലേ? എത്തിയിട്ടില്ല. പോയി വിളിച്ചോണ്ട് വാടാ. ഏയ് ഞാൻ പോവില്ല, അതെന്താ? അവൾ എന്നെ എടുത്തിട്ട് കറക്കും. എന്ത് ചെയ്യും നീ ഇപ്പൊ? എന്താ ചെയ്യാ? നീ പോയ പാത്രം എടുത്തോണ്ടാ, ഏ? നമുക്ക് കിടക്കാം. ചെല്ലേ. ഓ. നിത്യം എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ എന്റെ ഗീതം എൻ യഹോവേ എന്റെ ഗീതം പോലെ എന്നെ നിത്യം കറക്കണ. എന്റെ ഈ കറവേല് വലിയ മുൻപരിചയം ഒന്നും ഇല്ലാത്തവരാ. പ്ലീസ് ഒന്ന് ഉണ്ടല്ലോ. താനെന്റെ എരുമയെ കറന്നോളൂ. അല്ല, കറക്കാൻ നോക്കി. ഇങ്ങോട്ട് എത്രമാത്രം കറന്നു? ഇത് എത്ര ഉണ്ടേട്ടാ? 202 തുടം. ഏ? അവന് 200 2 തുടം പാല് ഓ, കിട്ടിയിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് മാറി ഓ. പറഞ്ഞു തന്നെ. എന്റെ എരുമയെ തൊട്ട് കളിച്ചാൽ വിധമാണ് പറഞ്ഞേക്കാം. പോ. ഓടാ അവിടുന്ന്. പോട്ടെ മോളെ, സാരമില്ല, പോട്ടെ പോട്ടെ, വാ വാ. ദേ, ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ആ, അങ്ങനെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. അമ്മേ മഹാമായി. ദേവി. ഉണ്ണി, ഞാൻ ഇറങ്ങണം, നാളെ കാണാം. ആ. രജനി ജരപരിവൃഢരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോരു കള്ളനെന്നിങ്ങനെ. രജനി ജരപരിവൃഢരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോരു കള്ളനെന്നിങ്ങനെ. നിഖിലദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. നിഖിലദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലകഥകരിവനറിയ നിസ്തേജനെന്നുതൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും. അകത്തേക്കിരിക്കാം. വേണ്ട, മാഷു വായിച്ചോളൂ. ആ, എന്നാ പിന്നെ നിർത്താം. ഇന്ന് ഒരുപാടായി. സത്യം പറഞ്ഞാൽ ഈ രാമായണവും ഭാഗവതവും വായിക്കുമ്പോൾ ഉള്ള ഒരു മനഃശാന്തി വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. ആ, താക്കോൽ. ആ, കുട്ടി എവിടെ ഒറ്റയ്ക്കാ? തിരുമേനി ഇരിക്കുക. എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ദേവസ്വം പ്രസിഡന്റ് ആകാൻ മോഹം ഉണ്ടായിട്ടൊന്നും അല്ല അന്ന് ഞാൻ എന്നെ സമ്മതിച്ചത്. ഈശ്വര കാര്യല്ലേ, മുടക്കമില്ലാണ്ട് നടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇന്നിപ്പോ ഒക്കെ ഭാരമായിരിക്കുക. ഞാൻ വെറും ദേവസ്വത്തിന്റെ പ്രസിഡന്റാ, അല്ലാണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ല. അവരുടെ മണ്ണല്ലേ, അവരവിടെ പള്ളിയോ കുരിശോ എന്താ വെച്ചാ ഉണ്ടാക്കട്ടെ, അതിനെന്താ. ഇപ്പൊ ഞാൻ പോയി തടയണത്രേ. സാധിക്കില്ല, അതെന്റെ സംസ്കാരമല്ല. ആണോ? എന്താ ഒരു ആലോചന? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലെന്നുണ്ടോ? തിരുമേനി, പൊറുക്കണം. മാഷ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല. കുട്ടി അവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്കതാ ഒരു ചിന്ത. എന്താ മോളെ പറ്റി ഇത്ര ചിന്തിക്കാൻ? ആകെ ഒന്നല്ലേ ഉള്ളൂ. ശരിയാ, ഒന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ പോയില്ലേ. പൊന്നും പണവും കൊടുക്കാണ്ട് ആരെങ്കിലും കൊണ്ടുപോയി കാലത്ത്. പൊന്നും കുടത്തിന് എന്തിനാ തിരുമേനി പൊട്ട്? സുന്ദരിക്കുട്ടിയല്ലേ അവള്, നന്നായി പാടുകയും ചെയ്യും. സംഗീതം ലക്ഷ്മി തന്നെയാ. പണവും പ്രശസ്തിയൊക്കെ താനേ വന്നോളും. ഒക്കെ പറയാൻ എളുപ്പമാ, ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. എനിക്ക് പ്രായമേറെയായിരിക്കണം, തീരെ ശക്തിയില്ല. എപ്പോഴാ വീണു പോകാന്ന് ആർക്കറിയാം. ഏയ്, തിരുമേനയുടെ ഒരു അനന്തരവൻ കൊച്ചനല്ലായിരുന്നോ പട്ടാളത്തില്? അവനോ? അവൾക്കത് ഇഷ്ടമല്ല എന്നാ തോന്നണേ. സാരല്ല, ഒക്കെ ശരിയായിക്കോളും. ആ മോളെ, എന്താ ചായ. എന്താ ഇത്ര വൈകിയേ? മുത്തശ്ശനെ കാണാണ്ടായപ്പോ ഞാൻ ആകെ ഭയന്നു. ആ മാഷിന്റെ വീട്ടില് കുറച്ചു നേരം ഇരുന്നു. പതുക്കെ മുത്തശ്ശ.
നടുവിനൊരു വേദന, ശരീരത്താകെയുണ്ട്. കുട്ടി പേടിക്കണ്ട. പനിയില്ല. വിഷമം അധികം വെച്ചാ വൈദ്യരെ കണ്ടൂടെ? ഓ, അത്രയ്ക്കില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസവും വാങ്ങി ധന്വന്തരം കുഴമ്പും ദശമൂലാരിഷ്ടവും. ഒന്നിനും പണം കൊടുത്തിട്ടില്ല. അയാൾക്ക് വേറെ ഇത്തിരി കൊടുക്കാനുണ്ട്. തരൂന്ന് വെച്ച് നനഞ്ഞിടം കുഴിക്കാനൊക്കുവോ? സഹിക്കാന്നേ. പണം ഞാൻ തരാം. നാളെ മടങ്ങുമ്പോ വൈദ്യരെ കണ്ടോളൂ. എന്റെ മോളെ, പണം നിനക്ക് വേണ്ടി സൂക്ഷിക്കണ്ടേ? എനിക്ക് വേണ്ടി ഇനി ചെലവാക്കിയിട്ട് എന്താ കാര്യം? അരുത്, അങ്ങനെ പറയരുത്. എനിക്ക് മുത്തശ്ശനല്ലേ ഉള്ളൂ. അത് തന്നെയാ എന്റെ വിഷമവും. മുത്തശ്ശന് ഒരു കത്തുണ്ട്. മഹാദേവന്റെ ആവും, വായിക്കൂ. പ്രിയപ്പെട്ട വല്യമ്മാവന്, 2 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വരികയാണ്. ഇവിടെ കഠിനമായ മഞ്ഞ് വീഴുന്നതിനാൽ ബാരക്കുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ചുരുക്കം. നാട്ടിൽ വന്ന് സ്വതന്ത്രമായി നടക്കാൻ കൊതിയാകുന്നു. ഇത്തവണ വരുമ്പോ എന്റെ ഹേമയുടെയും വിവാഹം നടത്തണമെന്ന്. ഇനി അമ്പലപ്പറമ്പിലും മരച്ചോട്ടിലും ബസ് സ്റ്റോപ്പിലും എന്നെ കാത്തു നിന്നിട്ട് കാര്യമില്ല. അദ്ദേഹം വരുന്നുണ്ട്. കാശ്മീർ താഴ്വരയിലെ ഭീകരരെ കിടകിട വിറപ്പിച്ച പട്ടാള മേധാവി, മുല്ലശ്ശേരി മനയിലെ വിഷ്ണു നമ്പൂതിരിയുടെ അനന്തിരവൻ മഹാദേവൻ. അവധിക്ക് നാട്ടിൽ വന്ന് ഈ മുറപ്പെണ്ണിനെയും വേല കഴിച്ച് ഹണിമൂൺ ആഘോഷിക്കാൻ. റോയ്, റോയ്, അപ്പോഴേക്കും പിണങ്ങിയോ? ഞാൻ കളി പറഞ്ഞതല്ലേ. ഞാൻ റോയുടേതാണെന്ന് റോയ്ക്കറിയില്ലേ? അറിയാം. പക്ഷെ നിന്റെ ഈ ചൊറിയണ വർത്താനം കേൾക്കുമ്പോ ദേഷ്യം വരും. ഒരു ജോലിയില്ലാത്ത വിഷമം വേറെയും. സാരമില്ല റോയ്, ഇതാ ഇപ്പൊ കൂടിയും ഞാൻ റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരിക. റോയ്ക്ക് ജോലി കിട്ടാൻ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ. പിന്നെ തറമേലമ്പലത്തിലെ ഭഗവതിക്കും ഈ ക്ഷേത്രത്തിലെ ശിവനും ജോലി വാങ്ങിത്തരല്ലേ പണി? വേണ്ട, കളിയാക്കണ്ട. പ്രാർത്ഥിച്ചു നിൽക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്നറിയോ? എന്താ തോന്നിയേ? റോയ്ക്ക് നന്നായി പാടാൻ അറിയാലോ, എനിക്കും പാടാൻ അറിയാം. നമുക്ക് ഒരുമിച്ചൊരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കിയാൽ എന്താ? മ്യൂസിക് ട്രൂപ്പോ? നടക്കുന്ന കാര്യമല്ലോ പറ. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് സ്വപ്നമൊന്നുമല്ല. പള്ളി ചെന്ന് ബെർണാഡ് അച്ഛനോട് പറഞ്ഞ ഒരു ട്രൂപ്പ് ഉണ്ടാക്കാനുള്ള പണം അച്ഛൻ തരില്ലേ? ട്രൂപ്പ് ഉണ്ടാക്കുമ്പോ എന്നെ കൂടെ കൂട്ടിയാ മതി. ആഹാ, പെണ്ണും മെരുക്കാണ്.